ഇതെന്താ പോപ്കോണൊക്കെ? നീ എന്തായാലും കഥ പറയാൻ പോകുമല്ലേ, അപ്പൊ എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കാന്നോർത്തു. തെണ്ടി, ഇത് സിനിമാ കഥയല്ല, എന്റെ ജീവിതത്തിലെ കഥയാണ്. എന്തായാലും കഥ പറഞ്ഞു തുടങ്ങിക്കോ. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന ടൈം. എല്ലാ കോളേജ് ലവ് സ്റ്റോറിയും പോലെ തന്നെ അവൻ സീനിയർ ആയിരുന്നു എൻ്റെ, ഞാൻ ജൂനിയറും. നിക്ക്. അപ്പൊ റാഗിങ്ങിലൂടെയാണ് കഥയുടെ ആരംഭം. അല്ല, എന്റെ കഥയിൽ റാഗിങ്ങില്ല. രാംദേവ് യൂണിവേഴ്സിറ്റി ടോപ്പർ, സ്റ്റഡീസിലും സ്പോർട്സിലും മ്യൂസിക്കിലും ഡാൻസിലും എല്ലാത്തിലും പെർഫെക്റ്റ്. അതിനേക്കാൾ ഉപരി എല്ലാവരോടും നല്ല പെരുമാറ്റം. എന്ത് പ്രോബ്ലം വന്നാലും നിസ്സാരമായി സോൾവ് ചെയ്യും. എല്ലാവരുടെയും ക്രഷായിരുന്നു അവൻ. ഓ, അങ്ങനെയുള്ള ആളെ ആർക്കാ ഇഷ്ടമാകാതിരിക്കുന്നേ? ഞാനും വീണ് പോയേനെ. അതെ, അങ്ങനെയുള്ള ആളെ ആർക്കാ ഇഷ്ടമാകാതിരിക്കുന്നേ? അത് തന്നെയായിരുന്നു പ്രശ്നവും. ഞാൻ സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റും റാം PG ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റും ആയിരുന്നു. ഞാൻ റാമിനെ പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും റാം എന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ എപ്പോഴാണ് നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയത്? ഇതാരാണ് ഈ ശ്രീ? 2 വർഷമായി നിർത്താതെ ഈ പെണ്ണിങ്ങനെ ലെറ്റേഴ്സ് അയച്ചുകൊണ്ടേയിരിക്കുന്നു ഇവന്. എനിക്കൊരു പിടുത്തവും ഇല്ല. നമ്മുടെ കോളേജിൽ ശ്രീലക്ഷ്മി, ശ്രീദേവി, ശ്രീമോൾ അങ്ങനെ ശ്രീകുട്ടി തുടങ്ങുന്ന എല്ലാ പെണ്ണുങ്ങളോടും ചോദിച്ചു അവരാണ് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതുന്നതെന്ന്. അവരുടെ എല്ലാവരുടെയും ആൻസർ നോ ആണ്. എങ്കിലും ഉറപ്പിച്ചു, ഈ കോളേജിലെ പെണ്ണുങ്ങളല്ല. പിന്നെ സ്കൂളിലെ വല്ല പിള്ളേരും ഡേ പോസ്കോ ആണടാ. ഷട്ടപ്പ് ഗൈസ്, എനിക്കില്ലാത്ത ആവലാതി എന്തിനാ നിങ്ങൾക്ക്? എടാ, അതാരാണെന്ന് നിനക്കറിയണ്ട എങ്കിൽ അറിയണ്ട, പക്ഷെ ഞങ്ങളുടെ കൂടെ സമാധാനമാണ് പോകുന്നത്. അപ്പോൾ അതാരാണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിച്ചേ മതിയാകൂ. ഈ ലെറ്റേഴ്സ് വരാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. അപ്പോൾ കഴിഞ്ഞ 2 വർഷം ഇവിടെ ജോയിൻ ചെയ്ത ശ്രീ എന്ന് തുടങ്ങുന്നതോ അല്ലെങ്കിൽ അതുമായി സാമ്യമുള്ള നെയിമുള്ള ഗേൾസിനെ നോക്കാം. ഇൻ കേസ് ബോയ്സ് ആണെങ്കിലോ, ബോയോ ഗേളോ ഐ ഡോണ്ട് കെയർ. നിനക്കത് ആരാണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം മോനെ. എന്നെ ഈ വട്ടം സൂക്ഷിക്കുന്നത് ആരാണേലും അവളെ അല്ലെങ്കിൽ അവനെ ഈ കോളേജിലെ സ്റ്റുഡൻസിന്റെ മുന്നിൽ വെച്ച് ഞാൻ അപമാനിച്ചു വിടും. നീയൊക്കെ വരുന്നുണ്ടേവാ? ഓ തെണ്ടി, ഇങ്ങോട്ടാണോ കൂട്ടിക്കൊണ്ടു വന്നത് ഇവൻ? നീ പഠിക്ക്, ഞങ്ങൾ ആ മൂലയ്ക്ക് വല്ലതും കാണും. ഇവിടെ കിടന്നുറങ്ങണ്ട, എന്തെങ്കിലും എടുത്ത് വായിക്കൂ, അല്ലെങ്കിൽ 2ന്റെ പപ്പയെ ഞാൻ വിളിക്കും. നാറ് സമ്മതിക്കില്ല. ശ്രീ, ഇതാണോ നീ അന്വേഷിക്കുന്നത്? നിന്നോട് ഞാൻ ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ശ്രീ എന്ന് എന്നെ വിളിക്കരുതെന്ന്. നിന്റെ പെണ്ണേമല്ലേ ശ്രീ? നീ നിനക്ക് നൽകിയ നെയ്മ്, പിന്നെന്താ ഞാൻ നിന്റെ ശ്രീ എന്ന് വിളിച്ച? ഞാനത് നിനക്ക് വിളിക്കാൻ വേണ്ടി അല്ല ഇട്ടത്. അണ്ടർസ്റ്റാൻഡ്? നോ. നിന്നെ ഞാൻ മനസ്സിലാക്കി തരാടാ. അയ്യോ, where is she? Her eyes heard something extraordinary, and suddenly I wanted to know the rest of her. നീ എന്തായി നോക്കി നിൽക്കുന്നേ? ശ്രീ, നീ കണ്ടുപിടിച്ചോ ശ്രീയെ? എവിടെയെന്ന്? ഞാൻ അവളുടെ കണ്ണും മാത്രമേ കണ്ടുള്ളൂ. വൈ ഈസ് ഷീ വിയറിങ് എ ഹിജാബ്? നോ, ബുക്സിന്റെ ഇടയിൽ കൂടെ അവളെ ഞാൻ കണ്ടത്. അപ്പോൾ തന്നെ അവളോട് പോയി ചോദിക്കാനുള്ളതിന് പന്തം കണ്ട പെരിച്ചഴിയെ പോലെ നിന്ന് കളഞ്ഞില്ലേ? ഞാൻ കണ്ടുപിടിച്ചോളാം. പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ണുകളുടെ ഉടമ അന്വേഷണം നടക്കുകയായിരുന്നു റാം. അതുപോലെ തന്നെ ചെറിയ കുറിപ്പുകൾ മുടങ്ങാതെ കിട്ടുന്നുണ്ടായിരുന്നു. കഴിക്കാം പിള്ളേരെ, വാ. നശിപ്പിച്ച് എന്താടി കുന്തം, വാ കഴിക്കാം, വിശക്കുന്നു. വാ, ബാക്കി നാളെ പറയണേ. നീ ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് നിന്നെ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. നീ എവിടെ പോയിരുന്നു? അത് പിന്നെ ഞാൻ കിഷോർ സാറിനെ കണ്ടപ്പോൾ പേടിച്ചിട്ട് എസ്കേപ്പായി. എന്താ മീൻ അവിടെ?
അത് കാല് തട്ടിയതാ. സിറ്റ് ഡൗൺ. താര, സ്റ്റാൻഡ് അപ്പ്. Why are you laughing? Nothing, ma'am. Get out. Get out from my class. Why, ma'am? I said get out. Ma'am, താര ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്യാത്തത് കൊണ്ടാണോ അവിടെ ഇരുന്ന് ചിരിച്ചത്? നിങ്ങൾ ക്ലാസ്സിൽ എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് കാണിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ എല്ലാത്തിനും പണത്തിന്റെ അഹങ്കാരമാണ്. മം, എനഫ്. കൂടുതലൊന്നും പറയണ്ട, ഞാൻ പൊയ്ക്കോളാം. ഇതെനിക്ക് അത്ര പുതിയ കാര്യമൊന്നും അല്ലല്ലോ. കണ്ടില്ല അഹങ്കാരം. ബൈ. പോട്ടെ. ഇതെന്താ ക്ലാസ്സിന് വെളിയിൽ നിൽക്കുന്നത്? കുറച്ച് കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാ. എക്സ്ക്യൂസ് മീ മാം, വൈ ഈസ് ഷീ സ്റ്റാൻഡിംഗ് ഔട്ട്സൈഡ് ദ ക്ലാസ്? Nothing. She was interrupting my class, so I made her to leave. ഓ, ഇതെന്തേ കാണിക്കുന്നത്? വിട്ടെന്നെ. ഇത് തന്നോട് വിടാനല്ല പറഞ്ഞേ. നിനക്ക് മറ്റുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ്സിലെങ്കിലും മര്യാദയ്ക്ക് ഇരുന്നൂടെ? എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ക്ലാസ്സിലിരിക്കും. ചിലപ്പോൾ ഞാൻ ക്ലാസ്സിൽ കയറിയില്ലെന്ന് വരും. അത് ചോദിക്കാൻ ഇയാൾ വരണ്ട. ചോദിക്കാൻ ഞാൻ വരും. അങ്ങനെ ചോദിക്കാൻ വരാൻ നീ എന്റെ അപ്പന്റെ ചേട്ടന്മാരൊന്നും അല്ലല്ലോ. അപ്പനോ ചേട്ടനാകാനൊന്നും ഈ ജന്മത്തിൽ നിന്നല്ല, ഇനിയുള്ള 6 ജന്മവും എനിക്ക് പറ്റില്ല. പകരം നിന്റെ കൊച്ചുങ്ങളുടെ തന്തയാകാം. എന്താ പറഞ്ഞേ? നിങ്ങളെന്താ ഇവിടെ? താര, ആ, ഇനി ഇതുപോലെ നിന്നെ ക്ലാസ്സിന് വെളിയിൽ കണ്ടാൽ നിങ്ങളെ 2 പേരെ സസ്പെൻഡ് ചെയ്യും. ഞങ്ങളെയോ? അതുകൊണ്ട് ഫ്രണ്ടിനെ ക്ലാസ്സിൽ മര്യാദയ്ക്ക് ഇരുത്താനുള്ള വഴി നോക്കും. ആക്ച്വലി നീ സാറുമായിട്ടുള്ള പ്രോബ്ലം എന്താ? സാർ നിന്നെ പ്രപ്പോസ് ചെയ്തല്ലേ? പിന്നെ കോപ്പാണ്. എന്നോടുള്ള ദേഷ്യത്തിന് അങ്ങനെ ഇതല്ല ഇതിനപ്പുറം പറയും. അല്ലടി, സാറിന് എന്തോ ഉണ്ട്. അതെ ഉണ്ട്, അങ്ങേർക്ക് മുഴുത്ത വട്ടുണ്ട്. നിനക്കൊന്നും തോന്നണില്ലേ? എന്റെ കുരുട്ട ബുദ്ധിയിൽ പലതും തോന്നുന്നുണ്ട്. നിനക്ക് സാറിനോട് റിവെഞ്ച് ചെയ്യണോ? എന്താ, വല്ല ഐഡിയ ഉണ്ടോ? ഉണ്ടല്ലോ, ഞാൻ പറയാം. പക്ഷേ അതിനു മുന്നേ സാറിനോട് നിനക്ക് എന്താ ഇത്ര ദേഷ്യമെന്ന് പറ. അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചാൽ മതി. അത് കേട്ടിട്ടുള്ള ഐഡിയ ഒന്നും എനിക്ക് വേണ്ട. ഓ, വേണ്ട. ഒരു മനുഷ്യനെ അടപടലം തളർത്താനുള്ള ഐഡിയ ആയിരുന്നു. എന്താ, സാറിനെ പ്രേമിച്ച് വഞ്ചിക്കാനാണോ? എന്റെ ഐഡിയ നിനക്ക് എങ്ങനെ മനസ്സിലായി? നിന്റെ കുരുട്ട് ബുദ്ധിയിൽ ഇത്ര ചീപ്പ് ഐഡിയ അല്ലേ കുഞ്ഞെ തെളിയൂ. ഇത് ചീപ്പ് ഐഡിയ ആണോ താര? നോ. നീ എന്ത് ഭാവിച്ച? നിനക്ക് തോന്നുന്നുണ്ട് അങ്ങേർക്ക് എന്നോട് പ്രേമാണെന്ന്? ഹി ഈസ് പ്ലേയിങ് വിത്ത് മീ. അതിനൊരു ചെറിയ പണി കൊടുക്കാം. ഒരു പ്രൂഫ് മതി എനിക്ക് അയാളെ വേരോടെ പിഴുത്തറിയാൻ. അതിനേതറ്റം വരെ പോകാനും ഞാൻ റെഡിയാ. അതിനും മാത്രം എന്താ സാർ ഇവളോട് ചെയ്ത്? നിനക്കറിയാലോ, ചെറിയൊരു കാര്യം മതി അവൾക്ക് ഒരാളോട് വെറുപ്പ് തോന്നാൻ. യെസ് സാർ. ഇതാണോ നിന്റെ ഡാഡിയുടെ നമ്പർ? അതെ, എന്തിനാ? മോൾ ആരോടും പറയാതെ ക്ലബിലൊക്കെ കയറി നടക്കുക എന്ന് പറയാം. ഇത് ഫൗളാ. പ്രോമിസ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. പ്രോമിസോ? എന്ത് പ്രോമിസ്? ഇന്നലെ ചെയ്ത പ്രോമിസ്. അതിലേ കാര്യം ഉണ്ടായിരുന്നു. ഈ കാര്യം പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്യരുത് എന്ന്. ഇപ്പൊ ഇനി മറക്കാതിരിക്കാൻ ഇത് ഓർത്താൽ മതി. അയ്യോ, സോറി. നിന്നെ കിട്ടിയത് തിരിച്ചു കൊടുത്ത ശീലം അതുകൊണ്ടാ. ഇതത്ര നല്ല ശീലമല്ല. നല്ലതല്ലെങ്കിൽ മാറ്റാം. പിന്നെ ശ്രീനന്ദ, തനിക്കൊരു ട്രാൻസ്ഫർ ഉണ്ട്. എവിടേക്ക്? റാമിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക്. തോന്നി. വളരെ ചുരുക്കം നാൾ മാത്രമാണ് ഇവിടെ ജോലി ചെയ്തതെങ്കിൽ കൂടെ തന്റെ ജോബിനോടുള്ള ആത്മാർത്ഥതയെ ഞാൻ അംഗീകരിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അറക്കം കൊടുത്തിട്ട് പറയുന്നത് കേട്ടില്ലേ? എനിക്കും ട്രാൻസ്ഫർ വേണം. ടു ബി ഹോണസ്റ്റ്, ഞാൻ പറയുന്നതുകൊണ്ട് സാറിനൊന്നും തോന്നരുത്. സാറിന് ജോലിയോട് തീരെ ആത്മാർത്ഥതയില്ല. അതുകൊണ്ട് എനിക്കും ട്രാൻസ്ഫർ വേണം. എന്റെ സിൻസിയറിറ്റിയെ ചോദ്യം ചെയ്യാറായോ നീ? ചെയ്യും, ഇനിയും ചെയ്യും. നീ അത്രയ്ക്കായോ? നിന്നെ ഇന്ന് തന്നെ നിന്റെ ജോലിയിൽ നിന്ന് ഞാൻ പറഞ്ഞു വിടും.
അത് പറ്റില്ല. പ്രോമിസ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അവളുടെ കോപ്പിലെ ഒരു പ്രോമിസ്. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ഗൈസ്. നീ പോകുവാണോ? ഡോ, എനിക്കും പോണം. ഇപ്പോൾ തന്നെ അടിച്ചു തന്റെ ട്രാൻസ്ഫർ ലെറ്റർ. ഓടി, നിന്നെ ഞാൻ റാമിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പറഞ്ഞു വിട്ട ഇവിടുത്തെ നിന്റെ ജോലി ആര് ചെയ്യും? നിന്റെ അപ്പം വന്ന് ചെയ്യൂ? എന്റെ അപ്പനെ വിളിച്ചാണല്ലോ. വിളിച്ചാൽ എന്നെ റാം സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റാവോ പ്ലീസ്? ഓടി പൈത്യക്കാരി, നിന്നെ എന്റെ ചോട്ടിൽ കിടന്ന് ഞാൻ നരകിപ്പിക്കും. കണ്ടോ നീ? ഓഹോ, അങ്ങനെയാണോ? എന്നാ കാണാം. ഗുഡ് മോർണിംഗ് സർ. വിച്ച് ഫ്ലോർ? തേർഡ് ഫ്ലോർ. തേർഡ് ഫ്ലോർ. അവിടെ എന്താ? റാം സാറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞു. ആര്? സൂര്യ സാർ. ഹാ. Everyone, say hello to Nanda, my one and only ex-girlfriend. എക്സോ? ബ്രേക്കപ്പ് ആയപ്പോ? Yeah, we broke up because this angel here thought it had been fun to cheat on me with some other guy. And guess what? She didn't stop there. She tried to fucking kill me too. Ram, please just stop. You can take back the things you are saying to me right now. One day you are going to regret this. റിഗ്രറ്റ് ചെയ്യാനോ? അത് നിന്നെ ഓർത്ത് എന്നോട് ഈ കാണിച്ചതിനല്ല, റിവഞ്ച് ചെയ്യാനുള്ള ടൈമാണിത്. ഒരവസരം പോലും ഞാൻ പാഴാക്കില്ല. ഒന്നോർത്ത് നിനക്ക് സമാധാനിക്കാം. നീ കാണിച്ചതുപോലെ നിന്നെ കൊല്ലാനൊന്നും ഞാൻ നോക്കില്ല. പക്ഷെ നീ തന്നെ നിന്റെ ഈ പഴച്ച ജീവിതം വേണ്ടെന്ന് വയ്ക്കും. ഞാൻ കാരണമാണ് ഒരു നാൾ നിന്റെ കണ്ണുകളിൽ പുഞ്ചിരി വിടർന്നിരുന്നതെങ്കിൽ ഇനി അവ നിറയാൻ പോകുന്നതിൻ്റെ ഉടമയും ഞാൻ തന്നെയാകും. No one can bring a smile to her eyes anymore. നീ എന്തിനാ തനിച്ച് വന്നിരിക്കുന്നേ? അത് ഇത്ര ഇരുട്ടിലും. എന്റെ പൊന്നു മോളെ കൂട്ടം ചേർന്ന് പോയാൽ പോലും റേപ്പ് അറ്റൻഡ് നടക്കുന്ന നാടാ. അപ്പോഴവൾ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നെ. അതിനിവിടെ ആരും ഇല്ലല്ലോ. ആര് പറഞ്ഞു? അവിടെ ഒരു കാറ് കണ്ടോ നീ? അതിലാരോ ഇരിപ്പുണ്ട്. നിന്റെ ഡയറക്ഷനിലേക്കാ നോക്കുന്നേ. എന്താ ആലോചിക്കുന്നേ? സാലറി കയറി നാളെ തന്നെ ഹോസ്റ്റലിൽ പോയി ഫീസ് കൊടുക്കണം. എന്നിട്ട് വേറെ എങ്ങോട്ടേലും താമസം മാറണം. പൊന്നു മോളെ നന്ദു, നിന്നോട് ഞാൻ പറഞ്ഞൂടി? എന്റെ അപ്പം പറഞ്ഞു, എന്റെ ചേട്ടൻ, അമ്മ ആരെങ്കിലും പറഞ്ഞു വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ? ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നിനക്ക് അഹങ്കാരമടി. നിന്നെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ടാകുമ്പോൾ നിനക്ക് അഹങ്കാരമാണ്. നീ ഞങ്ങളുടെ ആരുടെയും സ്നേഹം ഡിസേർവ് ചെയ്യുന്നില്ല. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. നിനക്കറിയാമല്ലോ, എന്റെ കൂടെ നിൽക്കാൻ നീ മാത്രമേ ഉള്ളൂ. നിന്നെ കൂടെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് പറ്റില്ല. എന്ത് ബുദ്ധിമുട്ടാ നന്ദു? നീ എന്തിനാണ് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നേ? നിനക്കറിയില്ല എന്റെ ലൈഫിൽ ഞാൻ നിനക്ക് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന്. അത് നീ മനസ്സിലാക്കാനും പോകുന്നില്ല. നീ അറിയാതെ നിന്നെ പലരും ഇഷ്ടപ്പെടുന്നുണ്ട് നന്ദു. അത് നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എങ്കിൽ പറ, ആരൊക്കെയത്? നിന്റെ ഫാമിലി. ഞാൻ ഇങ്ങനെ നേറി ജീവിക്കാൻ കാരണം തന്നെ എന്റെ ഫാമിലി. പോകാം. ആ കാർ ഇതുവരെ പോയിട്ടില്ല. പോകാം. ആരാണോ ഈ നേരത്ത്? ഓ, നീയോ? എന്താ കാര്യം?
ഞാൻ ബാക്കി ഫീസ് തരാൻ വന്നതാ. നിന്റെ ഫീസോ? ഹാ, അത് കൊള്ളാം. നീ ശരിക്കും ആരാ കൊച്ചേ? ആദ്യം ഒരു പെണ്ണ് വന്ന് നിന്റെ ഫീസ് തന്നു, പിന്നെ നിന്റെ ഫ്രണ്ട് ഇന്ദു, ദേ ഇപ്പൊ നീയും. വലിയ പിടിപ്പുള്ള കൂട്ടത്തിലാണല്ലോടി നീ. എന്റെ ഫീസ് അടച്ചത് ആരാണെന്നൊന്ന് പറയാവോ? ഓ, എനിക്കൊന്നും അറിയത്തില്ല. ആ പെണ്ണ് കുറെ എന്നോട് ദേഷ്യപ്പെട്ടായിരുന്നു. ആ, അവളുടെ പേര് ശ്രീബാല, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ശ്രീ, നന്ദേച്ചി, നീ എന്നെ അങ്ങനെ വിളിക്കരുത്. നിന്റെ സ്നേഹപ്രകടനം കാണാൻ വന്നതല്ല ഞാൻ. നന്ദ, നീ ആദ്യം ഇരിക്കുക. കുറെ നാളുകൾ കൂടിയല്ലേ നീ ഇങ്ങോട്ട് വരുന്നത്. നമുക്കിരുന്ന് സംസാരിക്കാം. പപ്പ വെളിയിൽ പോയേക്കുക, കുറച്ച് കഴിയുമ്പോൾ വരും. ഞാൻ അമ്മയെ വിളിക്കാം. ആരുടെ? എൻ്റെ അമ്മയെയോ അതോ നിന്റെ അമ്മയോ? നമ്മുടെ അമ്മ. അതെൻ്റെ അമ്മ അല്ല. ഇവിടെ ഉള്ള ആരുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. 3 വർഷം മുന്നേ എല്ലാം ഉപേക്ഷിച്ച് പടി ഇറങ്ങിയതാണ് ഞാൻ. അതൊന്നും പുതുക്കാൻ വന്നതല്ല ഞാൻ. നിനക്കാരെയും വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് നിന്നെ വേണം. ഇപ്പൊ ഉള്ള ഈ സ്നേഹം എന്തിനാ? എന്റെ പേരിലുള്ള എല്ലാം നിന്റെ പേരിലേക്ക് ഞാൻ ആക്കി തന്നതല്ലേ? എല്ലാം നിനക്ക് വേണ്ടി വേണ്ടത് വെച്ചില്ല ഞാൻ. ഇനിയും നിനക്ക് എന്താ വേണ്ടേ? നന്ദേച്ചിയെ, ചേച്ചി ഇവിടെ ഇരിക്കും. ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ട് വരാനോ? നടക്കാനുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ടോ? ഒരു വർഷം മുന്നേ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിരുന്നു. ബോഡിയുടെ ഒരു സൈഡ് തളർന്നു പോയി. കൂടാതെ ഇപ്പം നല്ല ഓർമ്മക്കുറവുമുണ്ട്. ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും. ഇതോർത്ത് ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിയോട് ചെയ്തതിനുള്ള ശിക്ഷ ഞങ്ങൾക്ക് ദൈവം തന്നു എന്നേ കരുതുന്നുള്ളൂ. പപ്പ വന്നെന്ന് തോന്നുന്നു. ആ, കൊച്ചെപ്പോഴാ വന്നത്? കുറച്ചു നേരം ആയുള്ളൂ. രണ്ടുപേരും ഇരിക്കുക, ഞാൻ കുടിക്കാൻ എടുത്തോണ്ട് വരാം. വേണ്ട, എന്നോട് കാണിച്ച കരുണ ഇനി കാണിക്കണ്ടെന്ന് പറയാൻ വന്നതാ. ഇതാ എനിക്ക് വേണ്ടി മുടക്കിയ പണം. എന്നെ ഇങ്ങനെയൊന്നും ആരും ചെയ്യണ്ട. പിന്നെ ശ്രീ, നീ എന്നെ പണ്ടത്തെ പോലെ തന്നെ നന്ദ എന്ന് വിളിച്ചാൽ മതി. നീ എന്നെ ശ്രീ എന്നും വിളിക്കണ്ട. ആ പേര് ഞാൻ നിനക്ക് തരുന്ന ഭിക്ഷയാണ്. എൻ്റെ എല്ലാം സ്വന്തമാക്കിയല്ലേ നിന്റെ ശീലം. അതിനൊരു കോട്ടം വരുത്തണ്ട. ഈ കാർ നിന്റെ ചേച്ചിയുടെ പിറകെ. അവള് പോയില്ലേ? ഓ, സോറി, മൈ മിസ്റ്റേക്ക്. അറിയാത്ത സംഭവിച്ചതാ. അയ്യോ, കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഏട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേറെ ബീച്ചിൽ പോകാമെന്ന്. അപ്പൊ ഇങ്ങോട്ടേക്ക് തന്നെ വരണം ഏട്ടന്. സോറി സിസ്റ്റർ, അറിയാതെ സംഭവിച്ചതാ. ഏട്ടാ, ഏട്ടാ. എന്താ? ഡോ, what happened? Nothing. ഡോ, നിൽക്ക്. തന്റെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത് എന്താ? എന്താ പ്രശ്നം? പറ. ഏട്ടാ, ഞാൻ ചെറുതായിട്ടൊന്ന് തട്ടിയതേ ഉള്ളൂ. വേദന എടുക്കാൻ മാത്രം ഒന്നും ഉണ്ടായില്ല. Just shut up. ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. വാ. ഒരു താങ്ക്സ് പോലും പറയാതെ പോകുന്നത് കണ്ടോ? ഏട്ടൻ എന്തിനാ ഇത്രയും നന്മമാരാകുന്നത്? ഹേയ്, ആ പെണ്ണൊരു അക്ഷരം പോലും മിണ്ടിയില്ല.
പിന്നെ നിനക്ക് എങ്ങനെ അറിയാം വീട് എവിടെയാണെന്ന്? പറ. ചേട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. പറഞ്ഞു വേഗം. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഇറ്റ്സ് ഓൾമോസ്റ്റ് 3 ഇയർ. നോ വേ. എടി പൊട്ടി, അത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കൊച്ചാ, അങ്ങനെ അറിയാം, അല്ലാതെ എനിക്ക് എങ്ങനെ അറിയാനാ? നീ ശരിക്കൊരു മണ്ടി തന്നെ. അങ്ങനെ ഇപ്പൊ ഞാൻ ചെന്ന പപ്പയോടും മമ്മിയോടും പറഞ്ഞേനെ. അതാ പറഞ്ഞ നീ ഒരു പൊട്ടിയാകും.